തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ കൂൺ കഴിച്ച് ഒരു കുടുംബത്തിലെ 6 പേർ ആശുപത്രിയിലാണ്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് പറിച്ച കൂണാണ് ഇവർ പാകം ചെയ്ത് കഴിച്ചത്. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ഈ വീടിന് പരിസരത്തെ കൂണൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു, അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പലപ്പോഴും. പക്ഷേ സമീപകാലത്ത് വലിയ അപകടകരമായ സാഹചര്യം, ജീവൻ നഷ്ടമാകുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രതീഷ്, 6 പേർക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. വീടിന് സമീപത്തുണ്ടായിരുന്ന പറമ്പിലെ കൂണാണ് ഇവർ പാകം ചെയ്ത് ഭക്ഷിച്ചത്. പക്ഷേ ആദ്യ സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഏൽക്കുകയായിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഈ അമ്പൂരി സെറ്റിൽമെൻറ്റിലെ മോഹനൻ, അതോടൊപ്പം തന്നെ മോഹനൻ്റെ ഭാര്യ സാവിത്രി, ഇവരുടെ മകനായ അരുണിൻ്റെ ഭാര്യ സുമ, അവരുടെ മക്കളായ അഭിജിത്ത്, അനശ്വര എന്നിവർക്കാണ് ഈ കൂൺ കഴിച്ചതിനെ തുടർന്ന് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ മോഹനൻ, സാവിത്രി, അരുൺ എന്നിവരുടെ നില ഗുരുതരമാണ്. അഭിജിത്തിനെ ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് കൃത്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇത് ആദ്യമായല്ല അവർ ഈ പറമ്പിന് അല്ലെങ്കിൽ പുരയിടത്തിലുള്ള കൂണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കഴിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ, ഇങ്ങനെ മഴയുണ്ടാകുന്ന, ഇടിവെട്ടുന്ന സീസണിലൊക്കെ കൂണ് ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭക്ഷണം ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളടക്കം പറയുന്നത്. നിലവിൽ എന്തായാലും 3 പേരുടെ ആരോഗ്യനില ഒരല്പം പ്രശ്നമാണ്. ഒരാൾ ICUവിലുമുണ്ട്. മറ്റ് 2 പേർക്ക് നിലവിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശുപത്രിയിൽ നിന്നും അറിയിക്കുകയാണ്. രതീഷ്, കൂൺ കഴിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലാണ്. ചിലരുടെ നില ഗുരുതരമാണ് എന്നടക്കമുള്ള വിവരങ്ങളാണ് അമൽ തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുന്നത്.